സോ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് ഞാൻ മൈക്ക് യൂസ് ചെയ്യാതെയാണ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവഴി ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കംപ്ലീറ്റ് സ്റ്റാർട്ടായോ? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനൊരു മൈക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് യൂട്യൂബിൻ്റെ ഷോർട്സ് എടുക്കുമ്പോഴോ ആണെങ്കിലും വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്ക്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഞങ്ങളങ്ങനെ കുറേ തപ്പി യൂട്യൂബിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കുറേ തപ്പിയതിന് ശേഷം ഒരു മൈക്ക് കണ്ടുപിടിച്ചു. ആ മൈക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാമേ. ഗ്രനേറോ J13 വയർലെസ് മൈക്ക്. സോ മൈക്ക് വന്നിട്ട് വയർലെസ്സും ഉണ്ട്, വയറുള്ളതും ഉണ്ട്. വയറുള്ളത് നമുക്ക് യൂസ് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് വയർലെസ് ആണ് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ആമസോണിൽ നോക്കി, ഫ്ലിപ്കാർട്ടിൽ നോക്കി. ഫ്ലിപ്കാർട്ടിൽ ഈ പ്രോഡക്റ്റ് ഇല്ലായിരുന്നു. ആമസോണിൽ നിന്നിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിന് 2500 രൂപയായിരുന്നു റേറ്റ്. ആക്ച്വൽ പ്രൈസ് എനിക്ക് തോന്നുന്നു 3000 സംതിങ് ആണെന്ന് തോന്നുന്നു. ആമസോണിൽ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് 2 മൈക്കാണുള്ളത്. ഓക്കെ, ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നൊരു മൈക്ക്, അതേപോലെ ഈ മൈക്ക്. നമുക്ക് 2 മൈക്ക് കിട്ടും. അതേപോലെ ഒരു റിസീവർ കിട്ടും, അത് ഞാൻ കാണിക്കാം. സോ ഈ മൈക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾ വാങ്ങിയിട്ട് ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഈ ഒരാഴ്ച ഞങ്ങൾ ഉപയോഗിച്ചതിൻ്റെ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിനെ കൊള്ളാമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ച്വൽ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് ഗൈസ്, അതാണ് ഞാൻ കോട്ടൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഡിസംബർ അല്ല, ഇപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ടെറസിൻ്റെ മേളിൽ വന്നതാണ്. നല്ല തണുപ്പുണ്ട്, അതാണ് ഞാൻ ഈ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. ഞാനിനി ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മൈക്ക് വെച്ചിട്ടാണ്. ഞാൻ ഈ മൈക്ക് ഊരിയിട്ട് എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം, കമ്പയർ ചെയ്ത് കാണിക്കാം. അപ്പോഴത്തെ സൗണ്ടും മൈക്ക് വെച്ചിട്ടുള്ള സൗണ്ടും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, സോ ഗൈസ് ഞാനിപ്പോൾ മൈക്ക് ഊരിയിട്ട് എൻ്റെ ആക്ച്വൽ വോയിസിലാണ് സംസാരിക്കുന്നത്. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിനോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സോ ഇതാണ് മൈക്കിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ തുറക്കുമ്പോൾ ഇതിൽ 2 മൈക്ക് കാണാം. 2 മൈക്ക്, ഒരു റിസീവർ. ഞാൻ എടുത്ത് കാണിക്കാം. ഇതാണ് റിസീവർ. ഫസ്റ്റ് നമ്മൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യുക. ഐഫോൺ ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനൊരു സാധനങ്ങൾ വരും. ഓക്കെ, ഇത് നമ്മളിവിടെ കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്നിട്ട് നമ്മുടെ ഐഫോണിൽ കണക്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ മൈക്ക് കാണിച്ചു തരാം. സോ ഇങ്ങനെ 2 മൈക്കാണുള്ളത്. ഇതാണ് മൈക്ക്. സോ ഇതിൽ ഇവിടെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കോളറിൽ യൂസ് ചെയ്യാൻ കുത്തിയിട്ട്, പിന്നെ ഇതിനകത്ത് 3 നോയിസ് ക്യാൻസലേഷൻസ് ആണുള്ളത്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. സോ ഈ ബട്ടണാണ് നമുക്ക് നോയിസ് ക്യാൻസലേഷന് വേണ്ടി യൂസ് ചെയ്യുക. ഇതിന് ഒരു തവണ ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കത്തിയോ, ഒരു റെഡ് ലൈറ്റ് വരും. അപ്പോൾ ഫസ്റ്റ് ലെവൽ ഓഫ് നോയിസ് റിഡക്ഷൻ. രണ്ടാമത് ഞെക്കുമ്പം ഒന്നും കൂടെ ലൈറ്റ് കത്തും, അത് സെക്കൻഡ് ലെവൽ. മൂന്നാമത് നല്ല നോയ്സ് ഉള്ള സ്ഥലത്താണെങ്കിൽ 3 വട്ടം നമുക്ക് ഞെക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പം നല്ലതായിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും കേൾക്കാതെ നമുക്കിത്. സോ നമുക്ക് ഈ മൈക്കിൻ്റെ കൂടെ തന്നെ ഈ ചാർജറും കിട്ടും, C ടൈപ്പ് ചാർജർ. നമുക്കിങ്ങനെ കുത്തി യൂസ് ചെയ്യാം ഇങ്ങനെ. ഓക്കെ, സോ നമ്മൾ ഈ ബാറ്ററി മാത്രം ചാർജ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഈ റിസീവർ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഫോണിലുള്ള ചാർജ് ഇത് എടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് അല്ലാതെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ് ഞാൻ മൈക്ക് യൂസ് ചെയ്യാതെയാണ്. ഇനി ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വോയിസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നല്ലതായിട്ട് ബാക്ക്ഗ്രൗണ്ട് വോയിസും നോയ്സും ഇതേപോലെ കാറ്റിൻ്റെയും കുറച്ച് പാട്ട് അങ്ങനത്തെ സൗണ്ടുകളൊക്കെ ഉണ്ട്. ഞാൻ എങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഓരോ ലെവലിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ നോയ്സിൻ്റെ റിഡക്ഷൻ വരുന്നത്. ഓക്കെ, ലൈറ്റ് കത്ത് ഓണാകുമ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. സോ ഗൈസ് ഇപ്പം ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവഴി ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇത് ഫസ്റ്റ് ലെവൽ നോയ്സ് റിഡക്ഷനാണ്. സെക്കൻഡ് ലെവൽ നമ്മൾക്ക് ഈ ബട്ടൺ തന്നെ
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ ഈ ഇവിടെ ഗ്രീൻ ലൈറ്റ് 2 വട്ടം കത്തും. അതാണ് സെക്കൻഡ് ലെവൽ നോയ്സ് റിഡക്ഷൻ. ഓക്കെ, ഇനി ഞാൻ തേർഡ് ലെവലിലേക്ക് പോവാം. ഇപ്പോൾ ഇത് 3 വട്ടം ഈ ഗ്രീൻ ലൈറ്റ് 3 വട്ടം ഇങ്ങനെ മിന്നി വന്നിട്ടുണ്ട്. സോ ഇത് തേർഡ് ലെവൽ നോയ്സ് റിഡക്ഷൻ. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് തേർഡ് ലെവലാണ്. ഇങ്ങനെ 3 ലെവലാണ് ഈ മൈക്കിന് ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് വോയിസിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. സോ ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഞാൻ ഒരു മൈക്ക് വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഈ മൈക്ക് യൂസ് ചെയ്ത് തുടങ്ങിയത്. യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ശരി, അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചതേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് വാങ്ങും. സോ ഗൈസ്, ഇപ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് പോയാലും ഈ മൈക്കിന് നല്ല നോയ്സ് റിഡക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാം. ക്യാമറമാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഞാൻ ബാക്കിലോട്ട് നടക്കാം. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ നടക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കറിയില്ല. ഓക്കെ, ഞാനിങ്ങനെ പോവാം. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴോ? ഇതിപ്പോ ഞാൻ കുറെ ദൂരെയാണ് നിൽക്കുന്നത്. ഇപ്പോ എന്താ പറയണത് എനിക്കറിയത്തില്ല. അതാണ് ഞാൻ ഇപ്പൊ കേൾക്കുന്നുണ്ടോ പറയുന്നത്. കമ്പിളിപ്പുതപ്പ്. ഇത് ഞാൻ കുറെ വന്നു. ഇനി എവിടെ വരെ ഉണ്ട്? ഓക്കെ, ഇനി ഞാൻ ഇത് ഇടിക്കും. ഞാനിപ്പോ നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇത്രത്തോളം ഡിസ്റ്റൻസ് വന്നു. മൈക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന്. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ പറയണെന്ന് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടോ? ചെരുപ്പിന്റെ സൗണ്ട് ഉണ്ടോ? ഹലോ ഗൈസ്, സോ ഞാൻ വളരെ ദൂരം പോയിട്ടുണ്ട്. ഇപ്പോഴും ഈ വോയിസ് കുഴപ്പമൊന്നുമില്ലാതെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. സോ നിങ്ങളൊന്ന് നോക്കിക്കോളൂ എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് എന്നുള്ളത്. ഞാൻ മേടിച്ച സമയത്ത് ചെറുതായിട്ടൊരു വൈബ്രേഷൻ മാതിരിയുള്ള സൗണ്ട് ഉണ്ടായിരുന്നു മൈക്കിന്. ഇപ്പോൾ അത്ര ഇല്ല. റിട്ടേൺ പോളിസി ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളായിരുന്നു ഈ പ്രോഡക്റ്റിന്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. പിന്നെ എന്താ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.